ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ, സുഖമല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാനുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കൂട്ടാനാട്ടോ. അധികം ആരും പരീക്ഷിച്ച് നോക്കാത്ത ഒന്നാണ്. അപ്പോൾ ഈ ഒരു കൂട്ടാൻ എണ്ണയൊന്നും അധികം വേണ്ട കേട്ടോ. പിന്നെ കറി ഇല്ലെങ്കിലും നമുക്ക് ഇത് ചോറിന് നല്ല അടിപൊളിയായിട്ട് തന്നെ കൂട്ടാട്ടോ. അപ്പോൾ വാഴക്കൊല പെട്ടെന്ന് പഴുക്കാൻ വേണ്ടി കെട്ടിച്ചിക്കാട്ടോ. പക്ഷെ അങ്ങനെ കെട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല, പെട്ടെന്ന് പഴുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നത്തൽ മീൻ. പറയും പലയിടത്തും വത്തൽ എന്നൊക്കെ പറയും, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നത്തൽ എന്നിട്ട് പറയുക. അപ്പോൾ ഇത് നമ്മൾ മത്തി മീൻ തപ്പിടുന്ന പോലെ ഇട്ടുക്കാട്ടോ. അപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാമല്ലേ എങ്ങനെയാണ് തപ്പിടുന്നത് വെച്ചാൽ നമ്മൾ മൺചട്ടിയിലാണ് നമ്മൾ മെയിനായിട്ട് ഇടുന്നത്. പിന്നെ അതിന് വേണ്ടത് വാഴൻ്റെ ഇല. അപ്പോൾ അതിൽ നമ്മൾ മീനിൽ തേച്ച് വെച്ച മസാലയും മീനൊക്കെ കൂടി അതിലേക്ക് ഇട്ട് അതിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് അടച്ച് വെച്ച് പിന്നെ അതിൻ്റെ മേലെ കനലൊക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വേറൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ പൊരിച്ച്, കാരണം കൂടുതലായിട്ടൊക്കെ ഈ ചെറിയ ചെറിയ നത്തൽ മീനായി കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നത്തൽ മീൻ കൊണ്ട് നമ്മൾ നല്ല മൺചട്ടിയിൽ നല്ല ഒരു മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു അച്ചാറിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് കുറേ കാലം മുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഉള്ള മറ്റേ അരിമുളക്, മാങ്ങ ഇതൊക്കെ നന്നായിട്ട്, അപ്പോൾ അരിമുളകൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ എരിവും പോയിട്ട് അതിൽ നന്നായിട്ട് ആ ഒരു അച്ചാറിൻ്റെ ആ ഒരു മസാല, ആ ഒരു എരിയും പുളിയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടി പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ അതിന് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് കേട്ടോ. നമ്മൾ ബ്ലാങ്കറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ബ്ലാങ്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിലത് വാഷ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടല്ലേ, നല്ല വെയിറ്റ് ഉണ്ടാവും വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇവിടെ വാഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങിക്കാനാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ബ്ലാങ്കറ്റ് കൊടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഓരോരോ തിരക്കുകൾ കാരണം നമുക്ക് പോയി വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നെസ്റ്റോയിലേക്കാട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ആദ്യം പോലെ തന്നെ എയർ ഫ്രയറിൻ്റെ ഒക്കെ സെക്ഷനിലേക്കാട്ടോ.
അപ്പോൾ ഈ ഒരു സെക്ഷനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഏതൊരാൾക്കും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇപ്പോൾ ഷവായി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പീസിന്, അതായത് ഒരു ഫുൾ ചിക്കന് 219 രൂപ കേട്ടോ. അതുപോലെ തന്നെ ബ്രോസ്റ്റിന് 12 പീസിന് വന്നിട്ട് 209 രൂപ കേട്ടോ. അപ്പോൾ അവർ അന്നത്തെ ഓഫറായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതൊരാൾക്കും അത് അഫോർഡബിൾ ആണ്. ആർക്ക് വേണമെങ്കിലും ഒന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ബൈ.